Welcome back to our class. In the last class we discussed the complex logarithmic function. അല്ലേ, ഒരു കോംപ്ലക്സ് കേസിൽ ലോഗരിതം ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ LNZ ഈസ് ഈക്വൽ ടു ലോഗ് മോഡുലസ് ഓഫ് Z ടു ദ ബേസ് ഇ പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z പ്ലസ് 2nπ അല്ലേ, റേഞ്ചിങ് ഫ്രം 0 + 1 -1 എക്സെട്ര. ആ ഒരു കേസിലാണ് നമ്മൾ ലോഗരിതത്തിന് കോംപ്ലക്സ് കേസിൽ ഡിഫൈൻ ചെയ്തത്. ഇത് നമ്മളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് അനാലിറ്റിസിറ്റിയാണ്, ലോഗരിതം ഡിഫറൻഷ്യബിൾ ആണോ അനാലിറ്റിക് ആണല്ലോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ്, ഡൊമൈനിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് LNZ എന്നുള്ളത് ഉദ്ദേശിച്ചത് പ്രിൻസിപ്പൽ വാല്യൂ അറിയില്ല, n=0 കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ LNZ ഈസ് നോട്ട് കണ്ടിന്യൂസ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ് എന്നാണ് പറയുന്നത്. അതായത് നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സിസിലെ നെഗറ്റീവ് റിയൽ ആക്സിസ് ഇവിടെ പ്രിൻസിപ്പൽ ലോഗ് കണ്ടിന്യൂസ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എന്താണ്, നെഗറ്റീവ് റിയൽ ആക്സിസിൽ പ്രിൻസിപ്പൽ ലോഗ് കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ലിമിറ്റിൻ്റെ ഒക്കെ ഡെഫിനിഷൻ പഠിച്ച സമയത്ത് തന്നെ കണ്ടിന്യൂസ് അല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഡിഫറെൻറ്റ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലിമിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബൈ ഡെഫിനിഷൻ നമുക്ക് എന്താണുള്ളത്, LNZ ഈസ് ഈക്വൽ ടു ലോഗരിതത്തിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്താണത്, ln ഓഫ് Z ഈസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് ഇ മോഡുലസ് ഓഫ് Z പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z അല്ലേ. സോറി, നമ്മൾ ക്യാപിറ്റൽ LN ആണ് കേട്ടോ. പ്രിൻസിപ്പൾ ആണെങ്കിൽ LNZ ഈസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് ഇ മോഡുലസ് ഓഫ് Z പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z. ഓക്കെ, പ്രിൻസിപ്പൾ ആയതുകൊണ്ട് തന്നെ LNZ ക്യാപിറ്റൽ LNZ ഈസ് ഈക്വൽ ടു ലോഗ് മോഡുലസ് ഓഫ് Z ടു ദ ബേസ് ഇ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് ഓഫ് Z കേട്ടോ. നൗ ലെറ്റ് Z0 ഈസ് ഈക്വൽ ടു x0 ലെസ് ദാൻ 0 ബി എനി പോയിൻറ്റ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ്. ടേക്ക് Z0 ഈസ് ഈക്വൽ ടു x0 എന്ന് മാത്രം എഴുതാൻ കാരണം റിയൽ ആക്സിസിലുള്ള പോയിൻ്റാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നെഗറ്റീവ് റിയൽ ആക്സിസിലുള്ള ഒരു പോയിൻ്റ്, അതായത് Z0 ബി പോയിൻറ്റ് ഓൺ അല്ലേ, ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. അങ്ങനെ ഒരു പോയിൻ്റാണ് Z0 എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്, ലിമിറ്റ് Z ടെൻസ് ടു Z0 LNZ അല്ലേ, ലിമിറ്റ് Z ടെൻസ് ടു Z0 LNZ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് Z ടെൻസ് ടു Z0 LNZ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ നമ്മൾ ചെയ്യണത്, ഈ ഒരു ലിമിറ്റ് ഇവിടെ ഈ ഒരു കേസിൽ ഇവിടെ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരും, ഇവിടെയും ലിമിറ്റ് Z ടെൻസ് ടു Z0 ലോഗ് മോഡുലസ് ഓഫ് Z ടു ദ ബേസ് ഇ പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് Z ടെൻസ് ടു Z0 ആർഗ്യുമെൻറ്റ് ഓഫ് Z എന്ന് വരും ആണല്ലോ. നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ലിമിറ്റ് Z ടെൻസ് ടു Z0 ആർഗ്യുമെൻറ്റ് ഓഫ് Z എന്നുള്ള ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും ഈ ഒരു ഇക്വേഷനകത്ത് ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ആ ഒരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് Z0 ബി എനി പോയിൻ്റ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് ഫോർ എനി Z ഈസ് ഈക്വൽ ടു x പ്ലസ് IY ഇൻ ദി സെക്കൻഡ് ക്വാഡ്രൻറ്റ് കേട്ടോ. ഏത് ക്വാഡ്രൻറ്റിലാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഈ ഒരു
സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ വൈ എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അതായത് ഇവിടെയുള്ളൊരു പോയിന്റ്, ഇവിടെയുള്ളൊരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പോൾ എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും, വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, Z0 ഈസ് എ പോയിന്റ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ചെയ്തിരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം? ഈ ഒരു പോയിന്റില്ല, ഈ സെറ്റ് എന്നുള്ളൊരു പോയിന്റ് എവിടേക്കാണ്? ഇവിടേക്ക് Z0യിലേക്ക് മൂവ് ചെയ്യുകയാണ് ആണല്ലോ. Z0യിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ടെൻസ് ടു എക്സ് വേരി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എക്സ് ടെൻസ് ടു x0 ആണെന്ന് എഴുതാം. എഴുതിക്കൂടെ? എക്സ് ടെൻസ് ടു x0 ആണെന്ന് എഴുതാം. അതേസമയം വൈയോ Z0യിലേക്ക് മൂവ് ചെയ്യുന്നതോറും വൈ എന്താണ്? Z ഇവിടെയൊക്കെ ഉള്ള ഒരു പോയിന്റ് ആണെങ്കിൽ വൈ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? സോ വൈ ടെൻസ് ടു 0 ആയിരിക്കും. ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ മുന്നേ ചെയ്താട്ടോ. ജസ്റ്റ് Z ഈസ് എ പോയിന്റ് ഓൺ ദി സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് Z0 ഈസ് എ പോയിന്റ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ് ആണ്. സോ റിയൽ ആക്സിസിൽ എന്താണ്? വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് തന്നെ എക്സ് വേരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ടെൻസ് ടു x0 എന്നും പറയാൻ പറ്റും, വൈ ടെൻസ് ടു 0 എന്നും പറയാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്കിവിടെ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ എന്താണ്? ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ആർഗ്യുമെൻറ്റ് നമുക്കറിയാം ഇവിടെ വരെ 0 to π/2. ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താണ് ആർഗ്യുമെൻറ്റ്? π/2 ലെസ് ദാൻ തീറ്റ, ആർഗ്യുമെൻറ്റ് ഓഫ് സെറ്റ് ലെസ് ദാൻ പൈ ആണല്ലോ അല്ലേ? ഇവിടെ സംശയമില്ലല്ലോ. ആർഗ്യുമെൻറ്റ് എന്താണ്? π/2 ലെസ് ദാൻ ആർഗ്യുമെൻറ്റ് ഓഫ് സെറ്റ് ലെസ് ദാൻ പൈ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഫോർ എനി z is equal to x plus iy in the second quadrant എന്താണ്? x is less than 0 and y is greater than 0. Also for any z in the second quadrant, also for any z in the second quadrant π/2 ലെസ് ദാൻ ആർഗ്യുമെൻറ്റ് ഓഫ് z ലെസ് ദാൻ പൈ ആണ്. therefore ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിമിറ്റ്, കൺസിഡർ ദ ലിമിറ്റ് z ടെൻസ് ടു Z0 ആർഗ്യുമെൻറ്റ് ഓഫ് z. ഞാൻ പറഞ്ഞു ആർഗ്യുമെൻറ്റ് ഓഫ് സെറ്റിൻ്റെ ലിമിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ലിമിറ്റാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ലിമിറ്റ് z ടെൻസ് ടു Z0 ആർഗ്യുമെൻറ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു ലിമിറ്റ് നമ്മൾ പറഞ്ഞു z ടെൻസ് ടു Z0 എന്ന് പറയുന്ന കേസിൽ x ടെൻസ് ടു x0 ആൻഡ് y ടെൻസ് ടു 0 ആർഗ്യുമെൻറ്റ് ഓഫ് എക്സ് പ്ലസ് i1. എന്താണ് വരിക? ആർഗ്യുമെൻറ്റ് ഓഫ് എക്സ് പ്ലസ് i1, അതായത് x0യിലേക്കും y 0യിലേക്ക് മൂവ് ചെയ്യുന്നതോറും, അതായത് ആർഗ്യുമെൻറ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരും അല്ലേ? ആർഗ്യുമെൻറ്റ് എന്താണ്? π/2 നിന്ന് മാക്സിമം പൈയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആർഗ്യുമെൻറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്നാണ് എടുക്കുന്നത്. ഇനി ഇതേ കേസ് നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ചെയ്യാം. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റ് Z0 ഈസ് എ പോയിന്റ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ്. സ്റ്റിൽ Z0 ഈസ് എ പോയിന്റ് ഓൺ നെഗറ്റീവ് റിയൽ ആക്സിസ് ആണ്. ഇനി നമ്മൾ എന്താണ്? Z ഈസ് എ പോയിന്റ് ഓൺ ദി തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് എടുക്കുകയാണ്. Z ഈസ് എ പോയിന്റ് ഓൺ ദി തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് എടുത്താൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്? എക്സ് എന്തായിരിക്കും? എക്സും ലെസ് ദാൻ 0 ആയിരിക്കും, വൈയും ലെസ് ദാൻ 0 ആയിരിക്കും. z ടെൻസ് ടു Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ x ടെൻസ് ടു x0, y ടെൻസ് ടു 0 തന്നെ ആയിരിക്കും. പിന്നെ എന്തിൻ്റെ കേസിലാണ് ചേഞ്ച് ഉണ്ടാവുക? ആർഗ്യുമെൻറ്റിൻ്റെ കേസിൽ ചേഞ്ച് ഉണ്ടാവില്ലേ? ആർഗ്യുമെൻറ്റ് എന്താണ്? നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇനി അതല്ല ഇവിടുന്ന് ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താൽ നമുക്കറിയാം. ക്ലോക്ക് വൈസിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സൈന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വരുമ്പോൾ -π/2 ആണ്, ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പൈ ആണ്. അപ്പോൾ -π/2 അല്ലെങ്കിൽ -π ലെസ് ദാൻ ആർഗ്യുമെൻറ്റ് ഓഫ് സെറ്റ് ലെസ് ദാൻ -π/2. ഓക്കെ, -π ലെസ് ദാൻ. ഈ ഒരു കേസിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ നമുക്ക് നമ്മൾ ആർഗ്യുമെൻറ്റിൻ്റെ -π മൈനസ് നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്നാണ് ചെയ്യുക. ഓക്കെ, ഇപ്പം അത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താൽ മതി. ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സൈന് നെഗറ്റീവ് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എന്താണ്? -π/2 ആണ്. ഇവിടുന്ന് മുതൽ ഇവിടം വരെ -π/2 ടു -π ആണ്. അപ്പോൾ ഈ ഒരു ക്വാഡ്രൻറ്റിൽ വരുന്നത് -πക്കും -π/2ക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് വരിക. ഓക്കെ, അപ്പോൾ ഫോർ എനി സെറ്റ് ഫസ്റ്റ് കാര്യങ്ങളൊന്ന് എഴുതാം. ഫോർ എനി സെറ്റ് equal to x plus iy in the third quadrant, x is less than 0 and
y is less than 0, and also argument z lies between minus pi and minus pi by 2. That is minus pi less than argument of z less than minus pi by 2. Okay, argument is less than minus pi by 2. So then the limit up limit z tends to z0, argument of z എന്ത് കിട്ടും നമുക്ക്, ലിമിറ്റ് x tends to x0, y tends to 0, argument of x plus iy എന്താണ് വരിക, ഇവിടെ നമുക്ക് മാക്സിമം എന്താണ് കിട്ടുക, മൈനസ് പൈ എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ രണ്ട് പാദത്തിലൂടെയാണ് ഈ ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എന്നുള്ള ആ ഒരു ഫംഗ്ഷനിൽ, ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എന്നാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ രണ്ട് പാദത്തിലൂടെ നമ്മൾ മൂവ് ചെയ്ത സമയത്ത് ലിമിറ്റ് നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ളൊരു പോയിൻ്റ് z0യിലേക്ക് മൂവ് ചെയ്ത സമയത്ത് നമുക്ക് ലിമിറ്റ് വാല്യൂ പ്ലസ് പൈ എന്നും, തേർഡ് ക്വാഡ്രൻറ്റിലുള്ളൊരു പോയിൻ്റ് ആ ഒരു z0 എന്നുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ലിമിറ്റ് വാല്യൂ മൈനസ് പൈ എന്നാണ് കിട്ടിയത്. അതായത് ഡിഫറെൻറ്റ് പാത്തിലൂടെ മൂവ് ചെയ്ത സമയത്ത് ഡിഫറെൻറ്റ് ലിമിറ്റാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്താണ്, ലിമിറ്റ് z ടെൻസ് ടു ലിമിറ്റ് z ടെൻസ് ടു z0, ആർഗ്യുമെൻ്റ് ഓഫ് z എന്നുള്ള ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെയ്തത് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്, അതായത് ഡിഫറെൻറ്റ് ക്വാഡ്രൻറ്റിലുള്ള പോയിൻ്റ് ഡിഫറെൻറ്റ് പാത്തിലൂടെ z0 എന്നുള്ളൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു z0, ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ദ ലിമിറ്റ് z ടെൻസ് ടു z0 ln z എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, by definition limit z tends to z0 log to the base e modulus of z plus I into limit z tends to z0, ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എഴുതാം. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു z0 എന്നുള്ളൊരു പോയിന്റിൽ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ആ z0 എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിൻ്റാണ് നെഗറ്റീവ് റിയൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നെഗറ്റീവ് റിയൽ ആക്സിസിലും ആ ഒരു പോയിൻ്റ് ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഹെൻസ് the function ln z is not continuous on the negative real axis എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഇപ്പോൾ കൂടി പറയുകയാണ്, ln z എന്നുള്ള ഫംഗ്ഷൻ നെഗറ്റീവ് റിയൽ ആക്സിസിൽ കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിറ്റിസിറ്റി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അനാലിറ്റിസിറ്റി ഓഫ് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് പ്രിൻസിപ്പൽ വാല്യൂൻ്റെ അനാലിറ്റിസിറ്റി ആണ് കേട്ടോ. ക്യാപിറ്റൽ ln സെറ്റിൻ്റെ അനാലിറ്റിസിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ വി ഹാവ് ക്യാപിറ്റൽ ln z ഈസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് ഇ മോഡുലസ് ഓഫ് z പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് z അല്ലേ. ഇതാണ് ബൈ ഡെഫിനിഷൻ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്ക് അനാലിറ്റിസിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അനാലിറ്റിസിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾക്ക് ആ കോഷി റീമാൻ ഇക്വേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരണം കേട്ടോ. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എഴുതുന്നതായിരിക്കും നമുക്കൊന്നും കൂടെ സൗകര്യം. അപ്പോൾ ലോ ടു ദ ബേസ് ഈ മോഡുലസ് ഓഫ് സെറ്റ് എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, ലോഗ് ടു ദ ബേസ് ഈ മോഡുലസ് ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ഒന്നും കൂടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതാം. ലോഗ് സെറ്റ് റേസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം ലോഗ് എക്സ് ആണ്. സോ അതിന് 1/2 ഇൻറ്റു ലോഗ് ടു ദ ബേസ് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ, പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് കേട്ടോ. ഇവിടെ റേഞ്ച് വേണമെങ്കിൽ മൈനസ് പൈ ലെസ് ദാൻ വൈ ബൈ എക്സ് ലെസ് ദാൻ പൈ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ln z is equal to എഴുതാണെങ്കിൽ യു ഓഫ് എക്സ് വൈ. അപ്പോൾ എന്താണ് നമുക്ക് യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ്. യു ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1/2 ഇൻറ്റു ലോഗ് ടു ദ ബേസ്
ex square plus y square and v of xy is equal to tan inverse of y by x കേട്ടോ. ഇനി നമുക്ക് കോഷി റീമാൻ ഇക്വേഷനൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ഡൊമൈൻ ഒരു ഫംഗ്ഷനാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ കാരണം ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനൊക്കെ പറഞ്ഞ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനൊക്കെ നമുക്കറിയാം എൻഡയർ ഫംഗ്ഷനാണ്, എല്ലായിടത്തും അനാലിറ്റിക്കാണ് ആ ഒരു ഫംഗ്ഷൻ, ഡിനോമിനേറ്ററിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ ലോഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ലോഗ് ഫംഗ്ഷൻ നമുക്ക് തന്നെ അറിയാം z=0 ലോഗ് എന്തല്ല, ഡിഫൈൻഡ് അല്ല. നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യം എല്ലാം സെറ്റ് എന്തല്ല, ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ z=0 ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. 0 വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ z=0 എന്ന് പറഞ്ഞാൽ എക്സും 0 ആവാൻ പാടില്ല, വൈയും 0 ആവാൻ പാടില്ല. x is not equal to 0 and y is not equal to 0. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് കേസ്. ഇപ്പോൾ പിന്നെ തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്താണ്, ലോഗ് ഫംഗ്ഷന് നെഗറ്റീവ് റിയൽ ആക്സിസിൽ ഡിഫൈൻഡ് അല്ല, കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു. കണ്ടിന്യൂസേ അല്ലെങ്കിൽ പിന്നെ അത് ഡിഫറൻഷ്യബിൾ ആവില്ലല്ലോ അല്ലേ. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ കണ്ടിന്യൂസേ അല്ല എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പോൾ എവിടെയാണ് നെഗറ്റീവ് റിയൽ ആക്സിസ് അല്ലേ, അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാത്തതുകൊണ്ട് നമുക്ക് എന്താ പാടില്ല, ഡൊമൈനിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരാൻ പാടില്ല. ഡൊമൈൻ നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാണ്, മനസ്സിലാവുന്നില്ല. ഒന്ന് z=0 ലോഗ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് z=0 നമ്മളുടെ ഡൊമൈനിൽ വരാൻ പാടില്ല. സെക്കൻഡ് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് റിയൽ ആക്സിസിൽ ലോഗ് ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിയൽ ആക്സിസും, അതായത് നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മുടെ ഡൊമൈനിൽ വരാൻ പാടില്ല. അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് അപ്പോൾ നമുക്ക് ഡൊമൈൻ എന്തെടുക്കാം, ക്യാൻ ചൂസ് ഡൊമൈൻ d ഈസ് ഈക്വൽ ടു എന്താണ്, ഡൊമൈനാണ് കേട്ടോ. സി എന്ന് പറഞ്ഞാൽ എൻഡയർ കോംപ്ലക്സ് പ്ലെയിൻ ആണ് കേട്ടോ, എൻഡയർ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. അതിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം, മൈനസ് ഏതൊക്കെ സെറ്റാണ് കുറയ്ക്കേണ്ടത്, സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് z=x പ്ലസ് iy സച്ച് ദാറ്റ് ഏതൊക്കെയാണ്, x=0 y=0 ആവാൻ പാടില്ല. ആൻഡ് എക്സ് ലെസ് ദാൻ ഒരു എക്സ് നെഗറ്റീവ് റിയൽ ആക്സിസേ ആവാൻ പാടില്ല. അപ്പോൾ x=0 y=0 എന്ന് പറയുമ്പോൾ y=0 ആൻഡ് നെഗറ്റീവ് റിയൽ ആക്സിസും x=0 പാടില്ല, നെഗറ്റീവ് റിയൽ ആക്സിസും വരാൻ പാടില്ല. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 രണ്ടും കൂടെ ഒന്നിച്ചേരി. കൺഫ്യൂഷൻ ഉണ്ടോ, അതായത് x=0 ഇവിടെ നിന്ന് കിട്ടി, y=0, അതാണ് z=0 എന്നുള്ള ആ ഒരു പോയിന്റ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാടില്ല, അതുകൊണ്ടാണ് മൈനസ് ചെയ്തത്. ഈ വാല്യൂസ് സെറ്റായിട്ട് വരുന്നത് പാടില്ലാത്ത ഡൊമൈനിൽ നിന്ന് ഈ ഒരു ഇത്രയും പോയിൻറ്റ്സ് കുറച്ചാലുള്ള ബാക്കി ഏത് ഡൊമൈൻ എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അനാലിറ്റിസിറ്റി പറയുന്നതിന് മുന്നേ എവിടേക്കാണോ ഈ ലോഗ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാത്തത് എന്നാണ് നമ്മൾ പറയുന്നത്. x=z=0 ലോഗ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, നെഗറ്റീവ് റിയൽ ആക്സിസിൽ ലോഗ് ഫംഗ്ഷൻ കണ്ടിന്യൂസും അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ വി ക്യാൻ ചൂസ് ഡൊമൈൻ d ആസ് c മൈനസ് സെറ്റ് ഓഫ് ഓൾ z സച്ച് ദാറ്റ് y=0 ആൻഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിലുള്ള ഏതൊരു പോയിന്റ് ഫോർ any xy ബിലോങ്സ് ടു ദിസ് d, ഫോർ any xy ബിലോങ്സ് ടു d. നമ്മൾ ഡൊമൈൻ ഏതാണ്, സെറ്റ് ഓഫ് ഓൾ c എന്ന് എഴുതരുത് കേട്ടോ. ഹോൾ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ഒരിക്കലും ലോഗ് ഫംഗ്ഷൻ്റെ കേസിൽ എഴുതരുത്. ലോഗ് ഫംഗ്ഷൻ്റെ കേസിലെ ഡൊമൈൻ ഇതിങ്ങനെ c മൈനസ് ഈ ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഫോർ any xy ബിലോങ്സ് ടു d. ഇനി നമ്മൾ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ux ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് u വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കേട്ടോ. 1/2 ഇവിടെ ഓൾറെഡി ഉണ്ട്. ലോഗിൻ്റെ നമുക്കറിയാം ലോഗ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താണ്, 1/x ആണ്. സോ ലോഗ് ടു ദ ബേസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/x² പ്ലസ് y² എന്ന് വരും. ഇൻറ്റു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് ഇൻറ്റു 2x എന്ന് വരും. സോ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്ത് വരും, x/x² പ്ലസ് y² എന്ന് വരും. y ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും, y/x² പ്ലസ് y² എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്.
വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ എന്താ അറിയാം 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ് കേട്ടോ. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് y/x എന്നാണ്. വിത്ത് റെസ്പെക്ട് എക്സിൽ ചെയ്യുമ്പോൾ 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇവിടുത്തെ എക്സ് എന്ന് പറയുമ്പോൾ y/x ആണ്. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പോൾ 1/xൻ്റെ നമുക്ക് എന്താ പറയുക -1/x² ആണ്. സോ y ഇൻറ്റു -1/x² എന്ന് വരും കേട്ടോ. y ഇൻറ്റു -1/x². സംശയമില്ലല്ലോ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 പ്ലസ് x² ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് y/x ആണ്. അപ്പോൾ 1/1 പ്ലസ് y/x² എന്ന് എഴുതി. ഇനി ഇൻറ്റു വിത്ത് റെസ്പെക്ട് എക്സിൽ നമുക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ -1/x². അങ്ങനെയാണ് ഇത്രയും ഒരു ടേം കിട്ടിയത് കേട്ടോ. അപ്പോൾ ടോട്ടലി നമുക്കിപ്പോൾ എന്താ വന്നത്, ഇവിടെ ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ x² പ്ലസ് y²/x² എന്ന് വരും ഇവിടെ ഈ ഒരു ടേമിൽ. ഇവിടെയോ y/x² എന്ന് വരും. ആ x² ക്യാൻസൽ ചെയ്ത് പോയാൽ -y/x² പ്ലസ് y² എന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. -y/x² പ്ലസ് y² എന്നാണ് ഉണ്ടാവുക. ഇനി നമ്മൾ vyയും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു y ആണ്. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ y എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് y/x എന്ന് പറയുമ്പോൾ 1/1 പ്ലസ് y/xൻ്റെ സ്ക്വയറും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു yയിൽ ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റു 1/x ആണ് അവിടെ ഉണ്ടാവുക കേട്ടോ. ഇൻറ്റു 1/x എന്നുണ്ടാവും. സോ അവിടെ എന്താണ് നമുക്ക് ഈ x² പ്ലസ് y²/x² എന്ന് വരും. ഇവിടെ ഒരു എക്സ് ഉണ്ടാകുമ്പോൾ അതിൽ എക്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു എക്സ് ഉണ്ടാവുള്ളൂ. സോ -x/x² പ്ലസ് y² എന്ന് വരും. സോറി, ഇവിടെ മൈനസ് ഉണ്ടാവില്ല കേട്ടോ. ടാൻ ഇൻവേഴ്സ് ഓഫ് y/x എന്ന് പറയുമ്പോൾ 1/1 പ്ലസ് x² പ്ലസ് y². സോ x/x² പ്ലസ് y² എന്ന് വരും. അപ്പോൾ നമ്മൾ ux കണ്ടു, uy കണ്ടു, vx കണ്ടു, vy എന്ന് കണ്ടു. അപ്പോൾ എന്താണ് എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ കണ്ടിന്യൂസ് ആണ്. ആൻഡ് സാറ്റിസ്ഫൈസ് കോഷി റീമാൻ ഇക്വേഷൻ ആണോ? ux എന്ന് പറഞ്ഞാൽ നമുക്ക് x/x² പ്ലസ് y² ആയിരുന്നു. vy എന്ന് പറഞ്ഞാലും x/x² പ്ലസ് y² ആണ്. സോ ux uyയും ഈക്വൽ ആണ്. സിമിലർലി uy ഈസ് ഈക്വൽ ടു y/x² പ്ലസ് y² ആണ്. vx എന്ന് പറഞ്ഞാൽ -y/x² പ്ലസ് y² ആണ്. സോ uy ഈസ് ഈക്വൽ ടു -vx ആണ് കിട്ടി. ദാറ്റ് ഈസ് ഫംഗ്ഷൻ satisfy the Cauchy-Riemann equation എന്ന് കിട്ടി. ഓക്കെ, ദസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് u and v exist, are continuous and satisfy Cauchy-Riemann equation for all xy belongs to D. നമ്മളൊരു ജസ്റ്റ് ഒരു പോയിൻ്റാണ്, അപ്പോൾ എല്ലാ പോയിൻറ്റും ട്രൂ ആണ്. ഹെൻസ് LNZ is analytic in D. LNZ is analytic in D. അതുകൊണ്ട് തന്നെ അനാലിറ്റിക് ആണ്. d/dz ഓഫ് LNZ എന്ത് കിട്ടും നമുക്ക്? d/dz ഓഫ് LNZ നമ്മൾ പഠിച്ചിട്ടുണ്ട്. f' z എന്താണ്? ux പ്ലസ് i ഇൻറ്റു vx അല്ലേ. f' z ഇസ് ഈക്വൽ ടു ux പ്ലസ് i ഇൻറ്റു vx നമുക്ക് പറയാൻ പറ്റും. ux നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ux ഈസ് ഈക്വൽ ടു x/x² പ്ലസ് y² പ്ലസ് i ഇൻറ്റു vx എന്ന് പറഞ്ഞാൽ -y/x² പ്ലസ് y² ആണ്. ഓക്കെ, അതായത് x -iy/x² പ്ലസ് y² ആണല്ലോ. x - iy z ഈസ് ഈക്വൽ ടു x പ്ലസ് iy എന്നാണെങ്കിൽ എന്താണ്? x - iy എന്ന് പറയുന്നത് എന്താണ്? z ബാർ ആണല്ലേ. അതുപോലെ തന്നെ x² പ്ലസ് y² എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ √(x² പ്ലസ് y² ആണ്. സോ മോഡുലസ് ഓഫ് z² ആണ് എന്ന് പറയുന്നത് x² പ്ലസ് y² എന്ന് പറയുന്നത്. പക്ഷേ വി ഹാവ് ദ റിലേഷൻ മോഡുലസ് ഓഫ് z² ഈസ് ഈക്വൽ ടു z ഇൻറ്റു z ബാർ.
ഇത്രയും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് എക്സ് മൈനസ് ഐ വൈ നമ്മൾ സെറ്റ് ബാർ എന്ന് എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ആദ്യം നമ്മൾ മോഡുലസ് ഓഫ് സെറ്റ് സ്ക്വയർ എന്ന് എഴുതാണ്. ദെൻ സെറ്റ് ബാർ ബൈ മോഡുലസ് ഓഫ് സെറ്റ് ഇൻറ്റു സെറ്റ് ബാർ എന്ന് എഴുതാണ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ബാറും ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് കിട്ടി നമുക്ക്? 1/z. അപ്പം തുടങ്ങിയത് d/dz ഓഫ് ln ഓഫ് z എന്നായിരുന്നു. സോ d/dz ഓഫ് ln ഓഫ് z, അതായത് നമ്മുടെ എന്താണ് റിയൽ കേസിലും ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1/x തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഡെറിവേറ്റീവ് ഓഫ് ln z ഈസ് ഈക്വൽ ടു 1/z എന്നാണ്. ഓക്കെ, ദെൻ തേർഡ് എലിമെൻ്ററി ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നതാണ് കോംപ്ലക്സ് പവേഴ്സ് എന്ന് കേട്ടോ. അപ്പോൾ കോംപ്ലക്സ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ കേസിൽ, ഇപ്പോൾ അല്ലാതെ നമ്മൾ റിയൽ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് പറയും, റിയൽ കേസിൽ നിങ്ങൾ ഇപ്പം നമ്മൾ എക്സ് റൈസ് ടു എ എന്നുള്ള ഈ ഒരു പവറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം ഇ റൈസ് ടു എ ln x എന്ന് എഴുതാറുണ്ട് നമ്മൾ. അതായത് ശരിക്കും ഇത് എക്സ് റൈസ് ടു എ തന്നെയാണല്ലേ, ഇയും ln ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു കേസ് ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ കോംപ്ലക്സ് പവേഴ്സ് ആക്കിയിട്ട് എഴുതാന്ന് റിയൽ കേസിൽ പറയുന്നത്. ഇതിൻ്റെ അതേ സെയിം വേർഷൻ ഈ കോംപ്ലക്സ് കേസിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും കോംപ്ലക്സ് കേസിൽ ഫംഗ്ഷൻ്റെ ഡെപ്തിലേക്ക് പോയിട്ടില്ല. ശരിക്കും കോംപ്ലക്സ് ഒരു ലോഗരിതം എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഫംഗ്ഷനായിട്ട് വരും. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനില്ല. പക്ഷെ നമ്മളതിനെ ഇതേപോലെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ആക്കിയിട്ട് പോസിറ്റീവ് കേസിൽ മാത്രമൊക്കെ ആവുമ്പോൾ ആണ് നമ്മളതൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതേ സംഭവം തന്നെയാണ് ഈ കോംപ്ലക്സ് പവേഴ്സ് എന്നുള്ള കേസിലും വരുന്നത്. നമ്മൾ ശരിക്കും ആൽഫ ബി എനി കോംപ്ലക്സ് നമ്പർ and let z be any complex variable, then complex power is defined as z raised to alpha is equal to ഇതേ സെയിം ഇവിടെ എക്സ് റൈസ് ടു എ എന്നായപ്പോൾ ഇ റൈസ് ടു എ ഇൻ്റെ ln x എന്നല്ലേ. ഇതിന് കോംപ്ലക്സ് വേർഷൻ ആക്കുമ്പോൾ z raised to alpha is equal to e raised to alpha into ln z. e raised to alpha into ln z ഇവിടെ എന്താകാൻ പാടില്ല? z is not equal to 0. z 0 അല്ലാത്ത എല്ലാ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോംപ്ലക്സ് പവർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആൽഫ ബി എനി കോംപ്ലക്സ് നമ്പർ ആൻഡ് z be any complex variable, then the complex powers of a complex number is defined as z raised to alpha is equal to e raised to alpha into ഇവിടെ സ്മോൾ ട്ടോ ln z ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രിൻസിപ്പൽ കേസാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോംപ്ലക്സ് പവർ എന്ന് പറഞ്ഞാൽ z raised to alpha എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഈ നോർമൽ ln എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ ln ആക്കിയാൽ മതി. e raised to alpha into ക്യാപിറ്റൽ ln z, where z is not equal to 0 കേട്ടോ. അതായത് ഇവിടെ നമ്മൾ നോർമൽ ln എന്നാണ് ഡിഫൈൻ ചെയ്തത്. പ്രിൻസിപ്പൽ വാല്യൂ ആണെങ്കിൽ എന്താക്കിയാൽ മതി? സ്മോൾ ln ക്യാപിറ്റൽ ln, അതായത് n equal to 0 കൊടുക്കുന്ന ഒരു കേസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് z raised to alpha is equal to e raised to alpha into ln z. പ്രിൻസിപ്പൽ വാല്യൂ ആണെങ്കിൽ z raised to alpha is equal to e raised to alpha into ക്യാപിറ്റൽ ln z. z equal to 0 ഡിഫൈൻഡ് അല്ല. അപ്പം ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡെപ്തിലേക്ക് ഇവിടെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, സിലബസിലില്ല നിങ്ങൾക്ക് ശരിക്കും. പക്ഷേ ഈ ഒരു ആൽഫ ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഈ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഈ ഒരു ആൽഫ ഉണ്ടല്ലോ, ഈ ഒരു ആൽഫ ഒരു ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പർ ആവില്ല. ഇപ്പോൾ ആൽഫ നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻറ്റിജർ ആയിട്ട്, അതായത് നോർമലി നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ 2+i4 ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻറ്റിജർ ആയിട്ട് ആൽഫ റെഡ്യൂസ് ടു സം ഇൻറ്റിജർ എന്നിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ നമുക്കിതൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതായത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ, നമ്മുടെ ഡൊമൈനും കോഡൊമൈനൊക്കെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട് ആണല്ലോ. അപ്പോൾ അങ്ങനെ അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന കേസിൽ ഇവിടെ അങ്ങനെ വരാൻ പാടില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കേസ് വരും ഇങ്ങനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആക്കുമ്പോൾ. അപ്പോൾ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത് ഒരു ഇൻറ്റിജറായി മാത്രം റെഡ്യൂസ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യാം. നമുക്കതിൻ്റെ ഡെപ്ത് സിലബസിലില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ പറയാൻ കാരണം പ്രോബ്ലം സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് കോംപ്ലക്സ് പവർ കണ്ടുപിടിക്കുക എന്നുള്ള ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ
ഒരു ഏതെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പർ എന്നിട്ട് അതിൻ്റെ പവർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ കണ്ടാൽ മതി. ഇവിടെ തന്നിട്ടുള്ള സെറ്റ് ഏതാണോ അതിൻ്റെ LN സെറ്റ് കണ്ടുപിടിക്കുക. അതിപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ഓൾറെഡി ലോഗരിതത്തിൽ പഠിച്ചല്ലോ. അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് LN സെറ്റ് കണ്ടുപിടിക്കാം. LN സെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ ഈ ജസ്റ്റ് ഒരു ഇക്വേഷൻ്റെ ഫോമിൽ എഴുതുക. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മാത്രമാണ് നമുക്കുള്ള ഇക്വേഷൻ. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. We have a question. Show that 1 plus I raised to I is equal to, ഇത് ഷോ ചെയ്യുകയാണ്. ഇതാണ് കിട്ടുന്നത്. e raised to minus pi by 4 plus 2n pi into e raised to I by 2 into log 2 to the base e. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കോംപ്ലക്സ് പവറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? z raised to alpha is equal to e raised to alpha എന്നുള്ളത്. അതായത് z ഒരു കോംപ്ലക്സ് നമ്പറാണ്, ആൽഫയും കോംപ്ലക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിലാണ്, ഈ ഒരു കാറ്റഗറിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷനിലേക്ക് നോക്കൂ നിങ്ങൾ. നമുക്കിവിടെ സോറി കേട്ടോ, LN സെറ്റ് എന്നുള്ള സ്മോൾ LN സെറ്റ് കേട്ടോ, ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. പ്രിൻസിപ്പൽ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ക്യാപിറ്റൽ LN എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് എന്ത് മതി? z റൈസ് ടു ആൽഫ. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ സെറ്റ് എന്താണ്? തന്ന ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐയും ആൽഫ എന്ന് പറയുന്നത് ഏതാണ്? ഐയും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ z റൈസ് ടു ആൽഫ എന്താണ്? e റൈസ് ടു ആൽഫ ഇൻറ്റു LN സെറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ മതി? LN സെറ്റ് കണ്ടുപിടിക്കാം. LN സെറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ LN സെറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. LN സെറ്റ് ബൈ ഡെഫിനിഷൻ എന്താണ്? log mod z to the base e plus I into argument of z plus 2n pi അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 1 പ്ലസ് ഐ അല്ലേ, z is equal to 1 പ്ലസ് ഐ ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് z is equal to എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ is equal to റൂട്ട് 2 ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് z എന്താ വരിക? ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 is equal to പൈ ബൈ 4 എന്നാണ് വരിക. പിന്നെ 1ഉം 1ഉം തന്നെ പോസിറ്റീവ്, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെൻറ്റ് ഓഫ് z is equal to എന്താണെന്ന് എടുക്കാം? പൈ ബൈ 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ് സെറ്റും മോഡ് സെറ്റും കിട്ടി നമുക്ക്. സോ LN സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് LN സെറ്റ് is equal to log e റൂട്ട് 2 എന്ന് എഴുതാം, പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് സെറ്റ് എന്താണെന്ന് കിട്ടി? പൈ ബൈ 4 പ്ലസ് 2n പൈ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ദെൻ എന്താണ്? ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് 2ന് 2 റൈസ് ടു 1 ബൈ 2 എന്ന് എഴുതിയാൽ എന്താണ്? 2 റൈസ് ടു 1 ബൈ 2 എന്ന് എഴുതിയാൽ 1 ബൈ 2 ഇൻറ്റു ലോഗ് ടു ദ ബേസ് ഈ 2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് ഐ ഇൻറ്റു പൈ ബൈ 4 പ്ലസ് 2n പൈ അല്ലേ? ഐ ഇൻറ്റു പൈ ബൈ 4 പ്ലസ് 2n പൈ. ഓക്കെ, ഇതാണ് ഇപ്പോൾ LN സെറ്റ് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? z റൈസ് ടു ആൽഫ. സോ 1 പ്ലസ് ഐ റൈസ് ടു ഐ ആണ് നമുക്ക് വേണ്ടത്. 1 പ്ലസ് ഐ റൈസ് ടു ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? e റൈസ് ടു ആൽഫ ഇൻറ്റു LN സെറ്റ്. e റൈസ് ടു നമ്മുടെ ആൽഫ എന്താണ്? നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ഐ ആണ്. സോ e റൈസ് ടു ഐ ഇൻറ്റു LN സെറ്റ്. LN സെറ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടെ ഒന്നിച്ചാണ് എന്ത് ചെയ്താൽ 1 ബൈ 2 ഇൻറ്റു log e to the base 2 plus I ഇൻറ്റു പൈ ബൈ 4 പ്ലസ് 2n പൈ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് ആണല്ലോ. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കാം. e റൈസ് ടു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. e റൈസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? e റൈസ് ടു എ ഇൻറ്റു e റൈസ് ടു ബി ആണ്. അതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ആക്കി എഴുതാം. അപ്പോൾ സെപ്പറേറ്റ് ആക്കി എഴുതുന്ന സമയത്ത് e റൈസ് ടു ഇതെന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ബൈ 2 ഇൻറ്റു ലോഗ് ടു ദ ബേസ് ഈ 2 ഇൻറ്റു ഇവിടെ തന്നെ എഴുതാണ് നിങ്ങൾക്ക് ഐ ഇൻറ്റു ഐ മൈനസ് ഐ സ്ക്വയർ ആണ് വരിക. സോ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 ആണ് വരിക. മൈനസ് പൈ ബൈ 4 പ്ലസ് 2n പൈ എന്ന് വരും. ഓക്കെ, ഇനി ഇതിൽ ഈ മൈനസിന് എന്ത് ചെയ്താൽ മതി എന്നറിയാം നിങ്ങൾ? e റൈസ് ടു ഐ ബൈ 2 ഇൻറ്റു ലോഗ് ടു ദ ബേസ് ഈ ഇൻറ്റു ഈ മൈനസിനെ പൈ ബൈ 4 ഇട്ട് കൊടുക്കുക. മൈനസ് പൈ ബൈ 4. ഈ 2n പൈക്ക് മൈനസ് ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളിവിടെ എന്നിന് പ്ലസ് ഓർ മൈനസ് വാല്യൂ എന്തായാലും കൊടുക്കും.
ഇവിടെ ഇപ്പോൾ എന്നിന് പ്ലസ് ഇട്ടോ മൈനസ് ഇട്ടോ എന്നുള്ളൊരു വിഷയമല്ല. കാരണം എന്നിന് +1 -1 +2 -2 എല്ലാ വാല്യൂം ഓൾറെഡി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പ്ലസ് ഓർ മൈനസ് എന്നിട്ടാലും കുഴപ്പമില്ല, പ്ലസ് ഇട്ടാലും മൈനസ് ഇട്ടാലൊന്നും കുഴപ്പമില്ല. സോ ദിസ് ക്യാൻ e⁻² ഇൻറ്റു log to the base e2 ഇൻറ്റു e⁻⁻4 + 2nπ. ഇതന്നെയല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. e⁻⁻4 + 2nπ ഇൻറ്റു e⁻² ഇൻറ്റു log to the base e. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പവർ കണ്ടുപിടിക്കുന്ന രീതിയിൽ z⁻α എന്ന് പറയുന്ന രണ്ടും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ രീതിയിലുള്ള പ്രോബ്ലംസ് തരികയാണെങ്കിൽ അത് ഈ സെക്ഷനിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക.